You cannot escape the responsibility of tomorrow by evading it today. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ നാളെയുടെ ഉത്തരവാദിത്തം മാറ്റിവെക്കാൻ കഴിയില്ല. ഇന്ന് ചിലർ ആലോചിക്കും, ഇന്നിപ്പോൾ ഇത്രയും സമയമായി, രാവിലെ എണീറ്റപ്പോൾ ലേറ്റായി, ചായ കുടിച്ച് ജസ്റ്റ് ഫോൺ നോക്കിയപ്പോൾ തന്നെ ഇത്രയും സമയമായി, നാളെ തൊട്ട് ഇനി പഠിച്ചു തുടങ്ങാം, പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ. ഇങ്ങനെയുള്ളവർ എവിടെയും എത്താനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു തുടങ്ങണം. പ്രൊക്കാസ്റ്റിനേഷൻ കൊണ്ട് ഒരു ഇൻസ്റ്റന്റ് റിലീഫേ കിട്ടൂ. നാളെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, തലേദിവസം മാറ്റിവെച്ച കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ വീണ്ടും അത് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റും. അങ്ങനെ അത് തുടരും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായി പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. We are our actions and our actions reveal our character. പ്രവർത്തിച്ചു തുടങ്ങുക. ആദ്യം വേണ്ടത് പ്രവൃത്തി ചെയ്യാനുള്ള പ്രോട്ടോകോളാണ്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ടൈമിനെ സ്കെഡ്യൂൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. നിങ്ങളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയാണ് അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനായി ഒരു ആക്ടിവിറ്റി ലോഗ് സെറ്റ് ചെയ്യുക. അത് ഓരോ മണിക്കൂറും എങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നതായിരിക്കണം. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്തെന്ന്, അതുപോലെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി എത്ര സമയം കളഞ്ഞുവെന്നും, വെദർ ഇറ്റ് സോഷ്യൽ മീഡിയ, ഓവർ തിങ്കിങ്, ഗെയിമിംഗ് എക്സെട്ര. സോ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എത്രത്തോളം നിങ്ങളെ ഭാവിയിലേക്ക് സ്വാധീനിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എലിമിനേറ്റ് ഓൾ ഡിസ്ട്രാക്ഷൻസ് ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ടൈം ആൻഡ് എനർജി അപ്പോൾ സ്റ്റഡീസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തോളൂ. ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുക. കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ്. അത് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനായി മാറ്റുവാൻ നിങ്ങളെ സഹായിക്കും.